ശ്രീ കെവിൻ പീറ്റർ, നമുക്കറിയാം വർഷങ്ങളായി കേരളത്തിൽ ഇത്തരം സംസ്ഥാന യുവജനോത്സവങ്ങൾ പല ജില്ലകളിലായി നടക്കുന്നു. അന്നൊക്കെ നാം ചർച്ച ചെയ്തിരുന്നത് കലയാണ്, നമ്മുടെ കുരുന്നു കുട്ടികളുടെ പെർഫോമൻസ്. പ്രത്യേകിച്ച് നമ്മൾ ടി വിയിലൊക്കെ അത് വളരെയധികം ആസ്വദിച്ചിരുന്നു, മിമിക്രിയും സംഘഗാനവും സംഘനൃത്തവും അതൊക്കെ. എന്നാൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു കലോത്സവ വേദിയിൽ ഭക്ഷണം ചർച്ചയാകുന്നത് ആദ്യമായിട്ടാണ്. ഭക്ഷണം വിളമ്പുന്ന വ്യക്തിയുടെ ജാതി അല്ലെങ്കിൽ മതം ചർച്ചയാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ വിവാദമാകുന്നു. ആ ഒരു പരാമർശങ്ങൾ നടത്തിയ വ്യക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് അത് അത്ര ഒരു നിഷ്കളങ്കമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ശ്രീ കെവിൻ പീറ്റർ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോ ബഹുമാനപ്പെട്ട ജോസഫ് അലി വീട്ടിൽ അച്ഛൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും വെച്ചാണെങ്കിൽ ഇവിടെ ഒരു കളമൊരുക്കൽ നടക്കുകയാണ്. അതായത് ഇസ്ലാമിക വൽക്കരണത്തിന് മുൻപായിട്ടുള്ള എല്ലാവിധ ഭാഗത്തു നിന്നുള്ള ഒരു കളമൊരുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ നാല് പ്രാവശ്യത്തോളം ജഡ്ജിയായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒരു മതേതര കേരളത്തിന്റെ മുൻപുണ്ടായിരുന്ന ആ മതേതര കേരളത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഇത്തരം കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ അവിടെ എത്തി, അതുപോലെ മുസ്ലിം പണ്ഡിതർ അവിടെ വരുന്നു, ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു, നാനാജാതി മതസ്ഥർ, അധ്യാപകർ, പങ്കെടുക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കാഴ്ചക്കാർ. അവിടെ മതമില്ല, അവിടെ കല മാത്രമേ ഉള്ളൂ. കലയെ ആസ്വദിക്കുക, എല്ലാവരും അത് ആസ്വദിക്കുന്നു. ഒരേ ഭക്ഷണം, എല്ലാവരും, എല്ലാ മതസ്ഥരും ഒരേ ഭക്ഷണം കഴിച്ചു. അവിടെ ഭക്ഷണം കഴിക്കാനല്ല വരുന്നത്, അവിടെ കല ആസ്വദിക്കാനും കലയിൽ വിജയാവാനും അതിൽ മത്സരിക്കുവാനാണ് എത്തുന്നത്. അവിടെ ഒരു ഭക്ഷണത്തിന് അവിടെ ഒരു പ്രാധാന്യമില്ല. അവിടെ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ പുറത്തു പോയി അത് കഴിക്കുക, അത് കണ്ടെത്തുക, ജഡ്ജിക്കുക, അതുപോലുള്ള ആൾക്കാർക്ക്, ഓഫീഷ്യലുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായത് കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരണം ഏർപ്പാടാക്കിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അവിടെ വിശപ്പടക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി, 23 വർഷങ്ങളായി ശ്രീ പഴയിടം നമ്പൂതിരി ഒരുവിധ പഴിയോ ഒന്നും കേൾക്കാതെ, ആർക്കും ഒരു പരിഭവമോ പ്രശ്നങ്ങളോ ഒരു കുറ്റങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ അത് ഇത്രയും കാലം ചെയ്തു. ഇവിടെ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞത് ഇപ്പൊ ജോർജ് സൂചിപ്പിച്ചതുപോലെ ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ്. ഇതിന് സമാനമായ മറ്റൊരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടുണ്ടോ? അതുകൂടെ ഞാൻ ഇതിനോടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ ലവ് ജിഹാദ് കേസുകളിൽ നമ്മൾ കൂടുതലും കണ്ടെത്തിക്കൊണ്ടിരുന്നത് വെബ്സൈറ്റുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സർക്കാർ രേഖകളും അപ്ലോഡ് ചെയ്യണം, ഈ ഫയലിംഗ് നടത്തണം. അപ്പൊ അത്തരം ഫയലിംഗ് നടത്തുമ്പോൾ അത് നമ്മൾക്ക് അറിയാൻ കഴിയുന്നു ഇന്ന് എത്ര രജിസ്ട്രേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലുകൾ കിട്ടുന്നു, ഡിജിറ്റൽ പ്രിന്റ് ഔട്ട് നമ്മൾ എടുക്കുന്നു, അതിന്റെ അഡ്രസ്സുകൾ നോക്കുന്നു, പെൺകുട്ടികളുടെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10ൽ 9 കേസുകളെങ്കിലും വീട്ടുകാരെ വിവരം അറിയിച്ച് അതിൽ പകുതിയിലേറെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. അപ്പൊ ഇത് ഇവരുടെ ഒരു അജണ്ടയ്ക്ക് ദോഷകരമായി മാറുന്നു എന്ന് കണ്ടപ്പോൾ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ ജി സുധാകരന് ഒരു പരാതി കൊടുക്കുന്നു. അവളൊരു എത്തിസ്റ്റ് ആണ്, അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തായി, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ ഒരു പരാതി കൊടുക്കുന്നു. പ്രത്യേകിച്ച് ചർച്ചയോ പഠനമോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഒരു വാക്കാൽ ഒരു തീരുമാനം പുറപ്പെടുവിക്കുന്നു. അത് ലീഗലായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഒരു ലീഗലായിട്ട് ഒരു നിർദ്ദേശം, ലീഗൽ അല്ലാതെ ഒരു നിർദ്ദേശം അൺഒഫീഷ്യൽ എഴുതി കഴിഞ്ഞു, ഇത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത് അപ്ലോഡ് ചെയ്യുന്നില്ല. ചെയ്താൽ തന്നെ ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യപ്പെടും. അതിന്റെ കാലാവധിയൊക്കെ അടുക്കാറാവുമ്പോഴാണ് അപ്ലോഡ് ചെയ്യുക. 90% കേസുകളിലും അപ്ലോഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതിനുവേണ്ടി ഒരു പരാതിക്ക് വേണ്ടി ഒരു വ്യക്തിയെ, ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. ഇപ്പം സർക്കാർ സ്വയമേധയാ സർക്കാരിലുള്ള പ്രഷർ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശം അനുസരിച്ച് സർക്കാർ നേരിട്ട് ഇടപെടുന്നതിന് പകരം അതിന് ഒരു വ്യക്തിയെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്നു. ആ വ്യക്തി ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിയിൽ ഒരു തീരുമാനമെടുക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അരുൺ കുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എവിടെയോ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് അതിൽ തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് ഇവിടെ ഭരിക്കുന്നത് ജാതിക്കും മതത്തിനും ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന്റെ തന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇവിടെ പല ഭാഗങ്ങളിൽ ചർച്ച വരുന്നു, അതിന്റെ അഭിപ്രായങ്ങൾ വരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ, രണ്ടാം നിര യൂത്ത് കോൺഗ്രസ്, അതുപോലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളായ യുവാക്കൾ, അങ്ങനെ പലരും അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു ചർച്ചയാവുന്നു. കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം
കലാതിലകം നേടുന്നത് ഭക്ഷണത്തിന്റെ ഇതിലാണ് എന്നുള്ളത് തോന്നലിലേക്ക് എത്തിക്കും പോലെ അവിടെ ഒരു ഭയങ്കര ചർച്ച വരുന്നു. ഉടൻ തന്നെ അടുത്ത വർഷം തൊട്ട് എനിക്ക് കോഴിക്കോട്ട് ബിരിയാണി വിളമ്പണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറയുന്ന ലെവലിലേക്ക് പെട്ടെന്ന് എത്തി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പച്ചയ്ക്ക് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോൺ വെജോ ഇതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അമുസ്ലിമായ ഒരു വ്യക്തി തങ്ങളുടെ ജഡ്ജിമാർ പങ്കെടുക്കുന്ന, മതപണ്ഡിതർ പങ്കെടുക്കുന്ന, ജഡ്ജിമാരായി പോകുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ടീച്ചർമാർ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും പങ്കെടുക്കുന്ന സ്ഥലത്ത് ഒരു അമുസ്ലിമായ വ്യക്തി തന്റെ പാചകം നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മുന്നിലെ പ്രശ്നം പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. ഒരു ബ്രാഹ്മണനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസിയായിരിക്കും. അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്ന ആ ഒരു പാചകപ്പുരയിൽ അദ്ദേഹം ഒരു ദൈവത്തിന്റെ, അദ്ദേഹത്തിന്റെ ആരാധന മൂർത്തിയെ വെച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കും. കാരണം അദ്ദേഹം അത് അവിടെ മതം ഭക്ഷണത്തിൽ കലർത്തുകയല്ല, മറിച്ച് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു അപകടം ഉണ്ടാവരുത്. ഇത്രയധികം കുഞ്ഞുമക്കൾ ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ അപകടം ഉണ്ടാവരുത്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാവർക്കും തൃപ്തിയാകണം, ആർക്കും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഇത് പരിപൂർണ വിജയമായിരിക്കണം, അതിലുപരി തനിക്ക് ഇത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തരണം എന്നുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ വെച്ചിരിക്കാം. ശ്രീ കെവിൻ പീറ്റർ, ഒരു കാര്യം, വർഷങ്ങളായി യുവജനോത്സവങ്ങളിൽ എല്ലാ മതവിഭാഗക്കാരും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഈ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര വിഷലിപ്തമായ ചിന്ത ചിലരുടെ മനസ്സിൽ കടന്നുകൂടിയത്? അങ്ങ് സൂചിപ്പിച്ച ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു കളമൊരുക്കലാണ് ഇവിടെ നടക്കുന്നത്. ആ കളമൊരുക്കലിന്റെ ഭാഗമായിട്ട് ഇത്ര വരുന്ന ഒരു പ്രശ്നം ഇതുപോലുള്ള ഇത് ഒന്നിൽ ഇത് സംഭവിച്ചപ്പോൾ ഇതിന് പാരലായിട്ട് പല കലോത്സവങ്ങളിലും, അറബി കലോത്സവം, സംസ്കൃത കലോത്സവം, ശാസ്ത്രമേള, കായികമേള, മറ്റു മേളകൾ, ഇതിലെല്ലാത്തിലും ഇത് പടർന്നു പിടിക്കുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ബോധപൂർവം ഇതിലേക്ക് അടുത്ത പ്രാവശ്യം മറ്റൊരു കൂട്ടർ കടന്നു വരണം, അവരുടേതായ ഭക്ഷണം അതിലേക്ക് കടന്നു വരണം. അത് മാത്രമാണ് അവരുടെ പ്രശ്നം. കാര്യം ഇനി ഒരു ഹൈന്ദവൻ ഈ രംഗത്തേക്ക് ധൈര്യപൂർവ്വം വരില്ല. അത് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ അയാളുടെ അദ്ദേഹത്തിന്റെ ആ ഒരു ഭയം, ആ ഭയത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അദ്ദേഹം ഉറക്കമണച്ചിരുന്നു, അതിന് കാവലിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ഏതാനും 2 ആഴ്ചകൾക്കുള്ളിൽ 3 മരണങ്ങളാണ് നടന്നത്, നോൺ വെജ്, പ്രത്യേകം അറബി ഫുഡ് കഴിച്ചുകൊണ്ട്. അത്തരത്തിൽ ഒരു പ്രത്യേക ഒരു ഭാഗം പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഇതേപോലൊരു സ്ഥലത്ത് ഒരു അട്ടിമറി അദ്ദേഹം മാത്രമല്ല ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്മാറ്റം നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ തന്നെ അത് ബുദ്ധിപൂർവമായ ഒരു പിൻവാക്കം തന്നെയാണ്. കാരണം ഇനി ഒരിക്കലും ഒരു ഹൈന്ദവനോ, ഒരു പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊന്നും ഇത്തരം രംഗത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം. അത് ആരും തന്നെ ധൈര്യപ്പെടില്ല. ഇനി ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇത്തരം ഒരു മേഖലയിൽ വരുവാൻ ധൈര്യപ്പെടില്ല. അവർ പ്രതീക്ഷിക്കുന്നത്, പേടിക്കുന്നത്, ഭയപ്പെടുന്നത് അട്ടിമറിയെ തന്നെയാണ്. ഒരു അതിസാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം, ഏതെങ്കിലും ഒരു സാമ്പാറിലോ എന്തെങ്കിലും ഒരു സാധനത്തിൽ മനഃപൂർവ്വം ഒരു കലക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു പ്രശ്നമുണ്ടാവും. കുഞ്ഞുമക്കളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അവർ കടന്നു വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും വരിക? അതാണ് അവർ ഉദ്ദേശിച്ചത്. അത്യന്തികമായി അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിഷയം ഇവിടെ എടുത്തിടുകയും ആ വിഷയം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിട്ട് അതൊരു വലിയ ചർച്ചയാക്കി മാറ്റുകയും പെട്ടെന്ന് തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രി, മതമില്ല, ജാതിയില്ല, ഇരട്ടച്ചങ്ക എന്നൊക്കെ പറയുന്നവർ ഭരിക്കുന്ന ഭരണകൂടം പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, അടുത്ത വർഷം കൊണ്ട് നോൺ വെജ് കൊടുക്കും. നമുക്ക് പ്രായോഗികമായി ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നതാണ് അത് അത്ര ഒരു സക്സസ് ആയ കാര്യമല്ല. അവിടെ വരുന്നത് നോൺ വെജ് കഴിക്കാനോ അല്ല അതിനും വേണ്ടിയൊന്നുമല്ല. ഈ കലകൾക്കിടയിലുള്ള സമയത്തിൽ കൃത്യമായി ഭക്ഷണം കിട്ടുക, തളർച്ച ഉണ്ടാവാതിരിക്കുക, വിശപ്പ് ഉണ്ടാവാതിരിക്കുക, അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. പക്ഷെ ചിലരുടെ പ്രശ്നം അതായിരുന്നില്ല, മതമാണ് അവരുടെ പ്രശ്നം. അവർക്ക് മറ്റൊരു മതസ്ഥൻ പറഞ്ഞാൽ കാഫിർ ഉണ്ടാക്കുന്ന ഭക്ഷണം അടുത്ത തവണ ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു, അറബി ഭാഷയെ നമ്മൾ അവഹേളിക്കുവാൻ പാടില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണോ അറബി ഭാഷ? ഒരിക്കലുമല്ല. ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റുമായി ഒരു സംഭാഷണമെങ്കിലും നടക്കുന്നത്? അല്ലെങ്കിൽ അവിടുന്ന് ഒരു ആള് വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അത് ആർക്കാണ് ആ ഫോൺ കൈമാറുന്നത്? അവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കി, ആ മലയാളത്തിൽ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷമല്ലേ ഈ റിയാസ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കാറ്?
അപ്പോൾ നമുക്കിവിടെ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും വലുത് ഈ ഭാരതത്തിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, പൊതുമരാമത്ത് മുഖ്യമന്ത്രിക്ക് ആ മന്ത്രിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ പെടുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്? ഹിന്ദി എന്നൊരു ഭാഷയാണ് വേണ്ടത്. ആ ഭാഷയല്ല അവർക്ക് പ്രാധാന്യം കൊടുക്കുക. അവർക്ക് പ്രശ്നം അറബിയായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കരുതുന്നത് ഏതാനും കുറച്ച് 10-30 നേതാക്കൾ തീഹാർ ജയിലിലെത്തി അവരുടെ 2ാം നിര നേതാക്കളെയും 3ാം നിര നേതാക്കളെയൊക്കെ അകത്ത് കൊണ്ടുപോയി അവരുടെ പണത്തിന്റെ സോഴ്സ് കടഞ്ഞു. എന്നാൽ തന്നെയും അവരുടെ ഇതൊന്നുമല്ല യഥാർത്ഥ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ. അത് അണികളാണ്, സാധാരണ പ്രവർത്തകരാണ്. അത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് ഒന്നുകൂടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഒന്നുകൂടെ സമസ്തമാർക്കും ലീഗുമാർക്കും എല്ലാം അവർക്ക് ഉറപ്പിച്ച് പറയാനുള്ള, ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടം ഇത്തരത്തിലൊരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അവസാന വാക്ക് ഗവർണർക്ക് അയക്കുന്നതിന് പകരം സമസ്തയുടെ ഓഫീസിലോട്ട് അല്ലെങ്കിൽ പാണക്കാട്ടേക്കായിട്ട് ഒരു കോപ്പി അയച്ച് അവിടുന്ന് സാങ്ഷൻ മേടിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തി നിൽക്കുന്നു. ഇത് അത്യന്തം അപകടകരമാണ്. നിങ്ങൾ കൊടുത്ത ഹെഡിങ് പോലെ തന്നെ ഇത് ആദ്യത്തെ കാശ്മീരി പണ്ഡിറ്റ് തന്നെയാണ് ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി.